സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. ചേലക്കര മേഖലയിലെ കാട്ടാന ശല്യം ശാശ്വതമായ പരിഹാരം തേടി വെൽഫെയർ പാർട്ടി ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കുതിരാൻ തുരങ്കം തുറന്നതിന് ശേഷം പഴയന്നൂർ പഞ്ചായത്തിലെ എളനാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള മലയോര മേഖലയിൽ രൂക്ഷമായ കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി സുലൈഖ അസീസ് മുന്നറിയിപ്പ് നൽകി. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാട്ടാനകളെ പീച്ചി റിസർവേയിലേക്ക് തുരത്തി കുതിരാൻ തുരങ്കത്തിന് മുകളിൽ ആനകളെ തടയാൻ കഴിയുന്ന സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നതാണ് പ്രധാന ആവശ്യം. കൂടാതെ മയിൽ, കുരങ്ങൻ തുടങ്ങിയ ജീവികളെ പിടികൂടി വംശവർദ്ധനവ് തടയണമെന്നും മാൻ, പന്നി, മലയണ്ണാൻ തുടങ്ങിയ ജീവികളിൽ നിന്ന് കൃഷി സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വന്യജീവി മനുഷ്യ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്ന നാടകം അവസാനിപ്പിക്കണമെന്നും വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും സുലൈഖ അസീസ് കൂട്ടിച്ചേർത്തു. പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെമിയ VA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട്, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട്, ഷാജി CV, മുഹമ്മദ് കുട്ടി PA എന്നിവർ സംസാരിച്ചു. ഭാസ്കരൻ, അൻഷാദ് CA, ആസിഫ് CS, മുഹമ്മദ് മഹറൂഫ് PH, ഹബീബ് PI എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രീയ പാർട്ടികൾ, നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഇതിന്റെ വിഹിതം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവർ പരസ്പരം പഴിചാരിക്കൊണ്ട് ഇടത് വലതിനെ പഴിചാരുക, വലത് BJPയെ ചാരുക, കേരള ഗവൺമെന്റ് പറയുന്നു കേന്ദ്രത്തിന്റെ പ്രശ്നമാണെന്ന്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു കേരളത്തിന്റെ പ്രശ്നമാണെന്ന്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടുന്ന രൂപ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇതിന്റെ പിന്നിലുള്ളവർ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, കാർബന്റെ ഉപയോഗം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ലോക മുതലാളിത്ത വ്യവസ്ഥ അവർ കൊണ്ടുവന്നതാണ് ഇവിടെ കാർബൺ കുറയ്ക്കാൻ വേണ്ടി വനഭൂമി കൂടുതൽ വേണമെന്നുള്ളത്. ഈ ലോകത്ത് വനഭൂമി കൂടുതൽ വേണമെന്നുള്ളത് ലോകക്രമത്തിന്റെ ഒരു ഭാഗമാണ്. വനഭൂമി കൂടുതൽ വേണമെന്ന്, ആ വനഭൂമി കൂടുതൽ വേണമെന്നുള്ളത് യഥാർത്ഥത്തിൽ വികസിത രാഷ്ട്രങ്ങളൊന്നും ഇത് സമ്മതിക്കില്ല. അപ്പോൾ അത് വികസ്വര രാഷ്ട്രങ്ങളായ നമ്മളെ പോലെയുള്ള ദരിദ്ര രാഷ്ട്രങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു നയം ഇവിടുത്തെ ലോക മുതലാളിത്ത വ്യവസ്ഥ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നയമാണിത്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബഫർ സോണും. CCV ന്യൂസ്, പഴയന്നൂർ.